ആ പെണ്ണിനെ നാണം കെടുത്തിയ നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് അറബികളെ മൊത്തം ഇടിച്ചു കളഞ്ഞിട്ട് നീ ഹജറുൽ അസ്വദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറയാ, അല്ല ഞാൻ നാണം കെടുത്തി, അല്ല പുറത്തു തരണേ, അല്ല ഓർക്കുവോ? ഇല്ല. പരിശുദ്ധമായ കഅബ, ഹജറുൽ അസ്വദ് കൊണ്ട് അലങ്കരിച്ച കഅബ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്കെന്ത് സുഗന്ധമാ, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നു, കാണാനും തൊടാനും ഒക്കെ എല്ലാവർക്കും നിന്നെ വലിയ ബഹുമാനം. സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. വല്ലാത്ത മഹത്വം, വല്ലാത്ത സുഗന്ധം. കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയോട് പറഞ്ഞു, കഅബേ, നിന്നെക്കാളും സ്ഥാനമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ ഇസ്സത്തിനെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് ആ കഅബാലയത്തിനെക്കാളും മഹത്വമുണ്ട് അള്ളാഹുടെ മുമ്പിൽ. അതുകൊണ്ടാ സഹോദര, പറയുമ്പോഴും നോക്കിയും കണ്ടും പറയണം. എടാ, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി, തിരുവനന്തപുരത്ത് കിടക്കണ വരെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ അയച്ചു കൊടുക്കും, ഇവള് പോയെന്ന്. അവള് പോയെങ്കിൽ പോട്ടെ, എനിക്കെന്താ. എടാ, ഇന്നത്തെ കാലത്ത് അന്ന് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഒരു അമുസ്ലിമായ ഒരു പയ്യൻ്റെ കൂടെ ഇപ്പോൾ ഒളിച്ചോട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവള് വിചാരിക്കണത് എൻ്റെ മോള് പോത്തില്ല ഉസ്താദെ, കാരണം മലക്കല്ലേ, എൻ്റെ മോള് പോവില്ല, അയൽവാസിയുടെ പോത്തുള്ളൂ. അതങ്ങനെ സ്വന്തം മക്കളുടെ തെറ്റാരും പറയും. നിന്റെ മകളുടെ സ്വഭാവം എന്താന്ന് നിനക്കറിയത്തില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവക്കൊരു കുറ്റബോധം, അല്ല ഞാൻ ചെയ്തത് പാവമായി പോയല്ലോ, അല്ല തെറ്റായി പോയല്ലോ, അള്ളാഹുവേ ചെയ്തു പോയി റബ്ബേ. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ പെണ്ണ് തൗബ ചെയ്തു. അവൾ അള്ളാഹിനോട് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂലേ? ആ പെണ്ണിനെ നാണം കെടുത്തിയ നീ അള്ളാഹുടെ മുമ്പിൽ തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ? ഇല്ല. അതാ മനസ്സിലാക്കണ്ടേ. നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് അറബികളെ മൊത്തം ഇടിച്ചു കളഞ്ഞിട്ട് നീ ഹജറുൽ അസ്വദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറയാ, അല്ല ഞാൻ നാണം കെടുത്തി, അല്ല പുറത്തു തരണേ, അല്ല ഓർക്കുവോ? ഇല്ല. അവളുടെ വീട്ടിൽ ചെന്നിട്ട് നീ പൊരുത്തം ചോദിക്ക്. അവള് പൊരുത്തം തന്നാലേ നീ രക്ഷപ്പെടൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അത് നിസാരമായ ഒരു പാവമല്ല. അങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ്. ഇറച്ചിക്ക് വല്ലാത്ത ടേസ്റ്റാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.